ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെ നവംബർ 16 തിങ്കളാഴ്ചത്തെ റേഷൻ വിതരണം എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതിനു മുമ്പ് റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഈ മാസം 30 വരെ, അതായത് നവംബർ 30 വരെയാണ് ഇപ്പോൾ ആധാറും റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ അത് ചെയ്യണം. ഇനി ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ആധാറുമായി ലിങ്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. ഇനി നിങ്ങളുടെ റേഷൻ കാർഡിൽ ആരെങ്കിലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നോക്കാൻ കഴിയും. അതിന്റെ വീഡിയോയുടെ ലിങ്ക് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. നാളത്തെ റേഷൻ വിഹിതങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. നാളെ നവംബർ 16 തിങ്കളാഴ്ചത്തെ റേഷൻ വിഹിതം, നവംബർ മാസത്തെ റേഷന്റെ എല്ലാ വിഹിതങ്ങളും, എല്ലാവിധ റേഷൻ കാർഡുള്ള ആളുകൾക്കും നവംബർ മാസത്തെ ഭക്ഷ്യ വിഹിതങ്ങളുടെ വിതരണം സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റേഷൻ കടകളിലും, മിക്കവാറും എല്ലാ റേഷൻ കടകളിലും എല്ലാ ഭക്ഷ്യ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ഇതുവരെ വാങ്ങാത്തവർക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, ഒക്ടോബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 മാസം തുടർച്ചയായിട്ട് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷ്യ കിറ്റിന്റെ രണ്ടാമത്തെ കിറ്റായ ഒക്ടോബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു നവംബർ മാസത്തിൽ, ഈ നവംബർ 16 നാളെയും അതിന്റെ വിതരണം തുടങ്ങും. അതിൽ കാർഡ് ഏതാണെന്ന് നോക്കേണ്ട, കാർഡിന്റെ നമ്പർ നോക്കേണ്ട, അതുപോലെ തന്നെ കാർഡ് ഏതാണെന്ന് നോക്കേണ്ട. എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും, ഏത് നമ്പറിൽ അവസാനിക്കുന്ന റേഷൻ കാർഡുള്ള ആളുകൾക്കും നിങ്ങൾ കിറ്റ് നവംബർ മാസത്തെ കിറ്റ് ഒക്ടോബർ മാസത്തെ കിറ്റ് കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ നാളെ പോയിട്ട് നിങ്ങൾക്ക് കിറ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്യുന്നു ക്രിസ്മസ് കിറ്റിനെ കുറിച്ചിട്ട്. ക്രിസ്മസ് കിറ്റ് നമുക്ക് ഈ ലഭിക്കുന്ന 4 കിറ്റുകൾക്ക് പുറമെയാണ് ലഭിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെയ്യുന്ന ഒക്ടോബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ തുടർന്ന് ഈ 20 കൂടിയിട്ടൊക്കെ ആയിട്ട് നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് ലഭിക്കും. അതിനുശേഷം ഡിസംബർ മാസത്തെ കിറ്റ് ലഭിക്കുന്നതിന് മുമ്പ് ക്രിസ്മസ് കിറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പോൾ ആ ക്രിസ്മസ് കിറ്റും കൂടി ചേർത്ത് 5 കിറ്റാണ് മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ലഭിച്ചത് 2 കിറ്റാണ്. ശേഷിക്കുന്ന 3 കിറ്റുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. നാളെ റേഷൻ കാർഡിന്റെ നിറമോ നമ്പറോ നോക്കാതെ പോയിട്ട് കിറ്റ് വാങ്ങാത്ത ആളുകൾക്ക്, അതായത് നവംബർ മാസത്തെ കിറ്റല്ല, ഒക്ടോബർ മാസത്തെ കിറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കൈപ്പറ്റാൻ ബാക്കിയുള്ള ആളുകൾക്ക് പോയിട്ട് കൈപ്പറ്റാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ റേഷൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് ഈ കാണുന്ന ഈ കോളത്തിലുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു അക്ഷയ സെന്ററിലോ ഒരു CSC സേവാ സെന്ററിലോ പോയിട്ട് നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.